നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് വിദ്യാർത്ഥികൾ. ജില്ലയിൽ ഇത്തവണ 10,748 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ജില്ലയിൽ പരീക്ഷാ സംബന്ധമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. പൊതുപരീക്ഷകൾ ആരംഭിക്കവേ DEO ഇല്ലാതെ കാസർഗോഡ്. ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയെയും അവഗണിക്കുന്നുവെന്നത് വ്യക്തമാകുന്നു. സ്ത്രീകൾക്ക് നേരെ പീഡനങ്ങളും ആക്രമണങ്ങളും രൂക്ഷമാകുന്ന വർത്തമാനകാലത്ത് മറ്റൊരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നുപോകുന്നു. ബാക്കിയാകുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായി എന്തു ചെയ്തു എന്ന ചോദ്യങ്ങൾ മാത്രം. വ്യത്യസ്തമാർന്ന സമരമുറയുമായി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി. അവശ്യ സാധനങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധിച്ചാണ് കലമുടയ്ക്കൽ സമരവുമായി പ്രവർത്തകർ രംഗത്തെത്തിയത്. വിവിധ ആവശ്യങ്ങളുമായി KSTA ജില്ലാ കമ്മിറ്റിയുടെ ധർണ. BC റോഡിൽ നടന്ന ധർണ KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് വിദ്യാർത്ഥികൾ. ഇത്തവണ കാസർഗോഡ് വിദ്യാഭ്യാസ ഡിവിഷനിൽ 10,748 കുട്ടികൾ പരീക്ഷ എഴുതും. പരീക്ഷാ സംബന്ധമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി DEO ഇൻചാർജ് K നാഗവേണി KCN ന്യൂസിനോട് പറഞ്ഞു. ഇത്തവണ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 10,748 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 820 കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതും. GMRHS കാസർഗോഡിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. 35 കുട്ടികളാണ് ഇവിടെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറായി നിൽക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി DO ഇൻചാർജ് K നാഗവേണി KCN ന്യൂസിനോട് പറഞ്ഞു. ഇതുവരെയുള്ള ഒരുക്കങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓരോ ബാങ്കിലും ട്രഷറിലും സൂക്ഷിച്ചു. ഷോർട്ടിങ് കഴിഞ്ഞിട്ട് നാളെയാണ് SSLC എക്സാം തുടങ്ങുന്നത്. അപ്പം നാളെ രാവിലെയാണ് ഓരോ ബാങ്കിൽ നിന്നും ട്രഷറിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളിലേക്ക് കൊണ്ടുപോവുക. ഇൻവിജിലേറ്റേഴ്സിനെ ഡ്യൂട്ടിക്കെല്ലാം ഇട്ട് കഴിഞ്ഞു. പ്രസൻ്റ് എല്ലാ ഒരുക്കങ്ങളും കറക്റ്റായി ചെയ്ത് കഴിഞ്ഞു. ഇത്തവണ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. SSLC ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ ആരംഭിക്കവേ DEO ഇല്ലാതെ കാസർഗോഡ്. അതേസമയം ഹയർ സെക്കൻഡറിയിൽ ഇൻവിജിലേറ്റർമാരായി UP അധ്യാപകർ പോകുന്നതോടെ പ്രൈമറി വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന DPIയുടെ അറിയിപ്പ് എങ്ങനെ നടപ്പിലാക്കുമെന്ന ആശങ്കയിലാണ് അധികൃതർ. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് മാത്രമാണ് ഇത്തരമൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ഡിസംബർ 16 നിലവിലുണ്ടായിരുന്ന DEO സ്ഥലം മാറ്റം ലഭിച്ചു പോയത്. ഇന്നേ വരെ കാസർഗോഡ് വിദ്യാഭ്യാസ ഡിവിഷനിൽ പുതിയ DEOയെ നിയമിച്ചിട്ടില്ല. സ്ഥിരം DEOയുടെ അഭാവത്തിലും പരീക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചതിന്റെ ആശ്വാസത്തിലാണ് താൽക്കാലിക ചുമതലയുള്ള K നാഗവേണി. ഇവിടെ റെഗുലർ DEO ഇല്ല. ഡിസംബർ 16 ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുള്ളത്. പകരത്തിന് പോസ്റ്റിംഗ് നടന്നിട്ടില്ല. PAക്കാണ് ഇപ്പം ചാർജ്. SSLC എക്സാമിൻ്റെ ഒക്കെ SSLC എക്സാമിൻ്റെ ഒരുക്കങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ നമുക്കില്ല പ്രോബ്ലം എന്ന് വെച്ചാൽ UP സെക്ഷൻ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പ്രൈമറി സ്കൂള് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈമറി സ്കൂൾ വർക്ക് ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സ് വേണം. ഈ ഹയർ സെക്കൻഡറിയുടെ എക്സാമിന് വേണ്ടിയിട്ട് UP സെക്ഷൻ്റെ ടീച്ചേഴ്സിനെ മൊത്തം അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ മാത്രമേ ഈ പ്രോബ്ലം വരുന്നുള്ളൂ. ഈ പ്രൈമറി ടീച്ചേഴ്സിന് ഡ്യൂട്ടിക്ക് എടുത്തതിൽ കാഞ്ഞങ്ങാട് വരെ ഈ പ്രോബ്ലം ഇല്ല. കാരണം കാഞ്ഞങ്ങാട് വരെ ഇവർക്ക് ഓപ്ഷൻ ഉണ്ട് ഹയർ സെക്കൻഡറിക്കാർക്ക് എവിടെയാണ് ഡ്യൂട്ടി വേണ്ടതെന്ന്. അപ്പോൾ അവരൊക്കെ ഓപ്ഷൻ പ്രകാരം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോയി. അപ്പോൾ നമ്മളെ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലക്കാണ് ഹയർ സെക്കൻഡറിയിൽ എക്സാം നടത്താൻ ആളില്ലാത്തത്. അപ്പോൾ ഇവർ പ്രൈമറി ടീച്ചേഴ്സിനെ മൊത്തം ഡ്യൂട്ടിക്ക് എടുത്തു. അപ്പം നമ്മളെ പ്രൈമറി എങ്ങനെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വിഷമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൊതുപരീക്ഷയുള്ള ദിവസങ്ങളിൽ ഉച്ചവരെയും അല്ലാത്ത ദിവസങ്ങളിൽ മുഴുവൻ സമയവും പ്രൈമറി ക്ലാസുകൾ ഉണ്ടായിരിക്കണമെന്ന DPI ഉത്തരവും അധികൃതരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പരീക്ഷാ കേന്ദ്രത്തിന് ഓപ്ഷൻ അനുവദിച്ചതോടെ കാസർഗോഡ് ഇൻവിജിലേറ്റർമാരുടെ വലിയ അഭാവമാണ് ഉണ്ടായത്. 274 പ്രൈമറി അധ്യാപകരെ ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിനായി വിട്ടു നൽകിയതോടെ DPI ഉത്തരവ് മുടങ്ങാനാണ് സാധ്യത. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയാണ് സംസ്ഥാന തലത്തിൽ ഈ ദുരവസ്ഥ നേരിടുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ജില്ല അവഗണനയുടെ നിഴലിലാണെന്നതിന് ഈ സംഭവം വിരൽ ചൂണ്ടുന്നു. ന്യൂസ് ഡെസ്ക് KCN. സ്ത്രീകൾക്ക് നേരെ വെല്ലുവിളികളും ആക്രമണങ്ങളും രൂക്ഷമായ വർത്തമാനകാലത്ത് മറ്റൊരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നുപോകുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായി കർശന നടപടികളുണ്ടെന്ന് വാദിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമത്തിനിരയാവുകയാണ് സ്ത്രീ സമൂഹം. സമൂഹത്തിൻ്റെ ഇരുളിടങ്ങളിൽ മാത്രമല്ല പവിത്രമെന്ന് വാഴ്ത്തപ്പെട്ട ഇടങ്ങളിൽ കൂടി സ്ത്രീക്കായി ചതിക്കുഴികൾ വ്യാപകമാവുന്നുവെന്ന് നിമിഷം തോറും ബോധ്യപ്പെടുന്ന കറുത്ത വർത്തമാനങ്ങൾക്കിടയിലാണ് ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നുപോകുന്നത്.
രേഖപ്പെടുത്തപ്പെട്ട സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കാൻ കരുത്തില്ലാത്ത ഭരണകർത്താക്കളാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ആക്ഷേപം ശക്തമാണ്. ആരാധനാലയങ്ങളിൽ പോലും സ്ത്രീക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് യാതൊരു സുരക്ഷയും ഇല്ല എന്ന് മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ വന്നു നിൽക്കുന്നത്. പിന്നെ എവിടെയാണ് സ്ത്രീക്ക് സുരക്ഷ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ അത് സ്ത്രീ പറയുകയാണ് എനിക്ക് സുരക്ഷ വേണം. അപ്പോൾ സ്ത്രീയുടെ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ നോക്കിക്കാണാണ്ട് ബോയ്സുമായിട്ടും അല്ലെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അവരെയും കൂടെ ഒപ്പം നിർത്തിക്കൊണ്ട് ആ രീതിയിൽ മാത്രമേ നമുക്ക് സ്ത്രീ സുരക്ഷയായാലും സ്ത്രീ സ്വാതന്ത്ര്യമായാലും നമ്മൾക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം കേരളമൊന്നാകെ ചർച്ച ചെയ്യുന്ന വേളയിലാണ് വൈദികൻ 16-കാരിയെ പീഡിപ്പിച്ച വിവരം പുറം ലോകം അറിയുന്നത്. ആ നടുക്കത്തിലേക്കാണ് യത്തീംഖാനയിൽ പ്രായപൂർത്തിയാകാത്ത 7 പെൺകുട്ടികൾ 1 വർഷത്തോളമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന ദാരുണമായ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും കടന്നുപോകുന്നത്. പലതരത്തിലുള്ള പീഡനങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. വൈദികനിൽ നിന്ന് ഇപ്പോൾ ഫേമസ് ആയിട്ട് നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. വൈദികനിൽ നിന്നുള്ള പീഡനം, കുട്ടി പ്രസവിച്ചു, കാര്യങ്ങളെല്ലാം കേട്ടു. ആ സമയത്ത് കുട്ടി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടി പറഞ്ഞു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം സംരക്ഷിക്കണം, അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ. എന്നുവെച്ചാൽ പെൺകുട്ടികളിൽ നിന്ന് വരെ ഇങ്ങനെയുള്ള ചിന്താഗതികളാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ തെറ്റാണ്. സമൂഹമാണ് അവരെ മാറ്റിയെടുക്കേണ്ടത്. മക്കളെ ആൺപെൺ വ്യത്യാസമില്ലാതെ വളർത്താൻ സമൂഹം തയ്യാറാകണമെന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് ഗീതാ ജോണി കണ്ണീരൊപ്പി. പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു ചെറുക്കനെ ഡെയിലി പറയും നമുക്ക് പോവാന്ന് പറയും. ഒരു ദിവസം എനിക്ക് നല്ല ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബടാ പോവാം, നീ എവിടത്തേക്കാണ് വിളിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഓക്കെ, നിൻ്റെ വീട്ടിലേക്കാണ്, നിൻ്റെ വീട്ടിലേക്ക് നീ എവിടത്തേക്കാണോ വിളിക്കുന്നത് അവിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ആ ചെറുക്കൻ എൻ്റെ ആൾക്കാരും എല്ലാം കൂടി അവർ പറഞ്ഞു, ഇന്നേക്കും മാപ്പ് കൊടുക്കുക, ഇനി അവൻ അങ്ങനത്തെ ഒരു കാര്യവും പറയില്ല എന്ന് പറയുന്ന ആ അനുഭവം എനിക്കുണ്ടായി. ഇവരെ ഒറ്റയ്ക്ക് വിടരുത് ടീച്ചറെ, നിങ്ങൾ അവരെ ഒറ്റയ്ക്ക് വിട്ടാൽ അവർ വഴിതെറ്റി. പക്ഷേ തെറ്റാണ് അത് പറയുന്നത്, രക്ഷിതാക്കൾ പറയുന്നത് തെറ്റാണ്. അവരുടേത് വഴിക്ക്, അവരുടേതായ സ്ത്രീയെന്നോ പുരുഷനൊന്നും ഇല്ലാതെ അവരുടെ വഴിക്ക് വിടുക. അവരെങ്ങനെയും പോവില്ല, അവർ നന്നായ രീതിയിലേ പോകും. സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾക്കപ്പുറം മറ്റൊരു വിശ്വാസ പ്രമാണത്തെയും നാം എതിർക്കണം. ശാന്തിക്കാരൻ്റെയും മദ്രസ അധ്യാപകൻ്റെയും വികാരിയച്ഛൻ്റെയും വികാരവേലിയേറ്റങ്ങൾ മാത്രമല്ല നമ്മളെ അസ്വസ്ഥരാക്കേണ്ടത്. പകരം വൈദികൻ പീഡിപ്പിച്ച സംഭവത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ വൈദികൻ്റെ പേര് പറയാതെ ആദ്യം സ്വന്തം അച്ഛൻ്റെ പേര് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് നാം അസ്വസ്ഥരാകേണ്ടത്. കാരണം അത്രത്തോളം വിശ്വാസമാർജിക്കപ്പെട്ടു വരികയാണ് സമൂഹവും. ന്യൂസ് ഡെസ്ക് KCN. അരിയില്ലാതെ കലമെന്തിന് എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കലമുടയ്ക്കൽ സമരം നടത്തി. അരിയടക്കമുള്ള അവശ്യ സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇത്തരമൊരു സമരവുമായി രംഗത്ത് വന്നത്. സംസ്ഥാനത്ത് അരിയടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതും പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചതുമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധ സമരം നടത്താൻ യൂത്ത് ലീഗ് പ്രവർത്തകർ തീരുമാനിച്ചത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അരിയില്ലാതെ കലമെന്തിനി എന്ന മുദ്രാവാക്യമുയർത്തി പ്രവർത്തകർ കലമുടക്കൽ സമരം നടത്തി. ഇന്ന് അരിവില വാനം പോലെ കുതിച്ചുയരുകയാണ്. ഏകദേശം 50 രൂപയിലധികമായി അരിവില എത്തി നിൽക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റുകൾ അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ ഒളിച്ചു കളിക്കുന്ന ഒരു ചുറ്റുപാടാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ കലമുടച്ചുകൊണ്ട് അരിയില്ലാത്ത ജനതയ്ക്ക് എന്തിനാണ് കഞ്ഞിവെക്കാൻ കലം എന്നുള്ള സന്ദേശവുമായി കലമുടച്ചുകൊണ്ട് ഇവിടെ പ്രതിഷേധിക്കുകയാണ്. യൂത്ത് ലീഗ് സിന്ദാബാദ്! യൂത്ത് ലീഗ് സിന്ദാബാദ്! പ്രതിഷേധ സമരത്തിന് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനി, ജനറൽ സെക്രട്ടറി TD കബീർ, സംസ്ഥാന സെക്രട്ടറി AK അഷ്റഫ്, ഹാരിസ് പട്ല, MA നജീബ്, റഹീർ ആസിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ജില്ലാ കമ്മിറ്റി വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ ധർണ സംഘടിപ്പിച്ചു.
KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K. രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതുതായി അനുവദിച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകർക്ക് ഉടൻ നിയമനാംഗീകാരം നൽകുക, എല്ലാ ബ്രോക്കൺ സർവീസും പെൻഷന് പരിഗണിക്കുക, 5 വർഷം പൂർത്തിയാക്കിയ എല്ലാ ജൂനിയർ അധ്യാപകരെയും സീനിയർ ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ നടത്തിയ ജില്ലാ ധർണ KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് 100 കുട്ടികളില്ല എന്ന് പറഞ്ഞ് അനാഥാലയമെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടുമ്പോൾ മറുഭാഗത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ സമാന്തരമായി കൊടുക്കുന്ന നിലപാട്. ആ നിലപാട് കൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ കുട്ടികൾ കുറയുന്നത് എന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി കാണും. മാത്രമാണോ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അധ്യാപകരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന PTA-കളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കേരളത്തിലെ UDF-ന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകളൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണയിൽ CM മീനാകുമാരി, C. ശാന്താകുമാരി, AK. സദാനന്ദ, AR. വിജയകുമാർ, B. മോഹന തുടങ്ങിയവർ സംബന്ധിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് റോഡുണ്ടാക്കാൻ സ്കൂൾ മതിൽ ഇടിച്ചു നിരത്തിയതായി ആക്ഷേപം. മഞ്ചേശ്വരം കുഞ്ചത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ റോഡ് നിർമ്മിക്കുന്നതിനായി 3 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിനെത്തിയ കരാറുകാരൻ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാനായി വിദ്യാലയ മതിൽ പൊളിച്ചുമാറ്റണമെന്ന് വാർഡംഗത്തോട് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് വാർഡംഗം സ്കൂൾ പ്രിൻസിപ്പലിനോടും PTA പ്രസിഡന്റിനോടും അനുമതി ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വിദ്യാലയത്തിന്റെ മതിൽ പൊളിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന നിലപാടെടുക്കുകയായിരുന്നു അവർ. വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് എക്സ്കവേറ്ററുമായി എത്തിയ വാർഡംഗം സ്കൂൾ മതിൽ ഇടിച്ചു നിരത്തുകയായിരുന്നു. സംഭവം വിവാദമായതോടെ തിങ്കളാഴ്ച PTA അടിയന്തര യോഗം ചേർന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്കൂൾ മതിൽ തകർത്തവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസിലും പരാതി നൽകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യാനഗർ വനശ്രീ കോംപ്ലക്സിൽ നടന്ന ശില്പശാല P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗർ വനശ്രീ കോംപ്ലക്സിൽ നടന്ന ശില്പശാല P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ഒരു ഡിസ്കഷൻ നമ്മുടെ എൻഫോഴ്സർ ഫണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സമയത്ത് അവർ എഴുതി തന്ന റിപ്പോർട്ടിലുള്ളതാണ്. അതൊക്കെ സർട്ടിഫൈ ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്രകാരന്മാർ തന്നെയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയിൽ അത് ഉപയോഗിക്കുന്നത്. മരുന്ന് വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു മരുന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പറയുമ്പോൾ ഈ മരുന്ന് നിരോധിച്ചതാണ്. എന്താ അതുവരെ ഡോക്ടർക്ക് അറിയാത്തതല്ല. ആ മരുന്നുകൾ ഒന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ വിറ്റ് നിൽക്കണം, അതൊക്കെ നിങ്ങൾ തിന്ന് നിൽക്കണം. അതിനുശേഷമാണ് ഡോക്ടർ പറയുന്നത് ഈ മരുന്ന് പറ്റുന്നില്ല, വേറെ മരുന്ന് പറ്റണമെന്ന്. ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല, ശാസ്ത്രകാരന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ അവിടെ ഈ ഒരു ഒബ്ജക്റ്റീവ് അവർ നയിക്കുന്നൊരു ബോധം അവിടെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള നന്മയല്ല, നമ്മുടെ ലാഭം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതാണ് യൂണിസെഫ് തെളിയിക്കുന്നത്. അതിനാണ് 3 രാജ്യങ്ങളിലെ കീടനാശിനികൾ അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് 3 രാജ്യങ്ങൾ മാറുന്നതിനൊക്കെ പ്രധാനപ്പെട്ടതാണ്. പരിപാടിയിൽ AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ശാന്തമ ഫിലിപ്പ്, B. ഫാത്തിമ ഇബ്രാഹിം, മാലതി സുരേഷ്, M. നാരായണൻ, M. രാജീവൻ, P. വിനു തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം തുമ്മിനാട്ടിൽ മോഷണം രൂക്ഷമാകുന്നു. തുമ്മിനാട്ടിലെ KM ആലിയുടെ വീട് പുറമേ നിന്ന് പൂട്ടിയിട്ടാണ് 9,000-ഓളം രൂപ വില വരുന്ന ആടുകളെ മോഷ്ടാക്കൾ കടത്തിയത്. നിരവധി മോഷണ സംഭവങ്ങൾ നടക്കുന്ന നമ്മുടെ പ്രദേശത്ത് വ്യത്യസ്തമാർന്ന മോഷണ രീതിയാണ് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം തുമ്മിനാട്ടിലെ KM ആലിയുടെ വീട്ടിൽ അരങ്ങേറിയത്. തന്റെ 9,000-ഓളം രൂപ വില വരുന്ന ആടുകളെ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. ശബ്ദം കേട്ട് വാതിൽ തുറക്കാൻ എത്തിയപ്പോഴേക്കും മോഷ്ടാക്കൾ കതക് പുറമേ നിന്നും പൂട്ടിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണെന്നാണ് ആലി പറയുന്നത്. ദിവസേന കട്ടുപോകുന്നതുകൊണ്ട് നമുക്കിവിടെ അതിനൊരു ശ്രദ്ധയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് പഞ്ചായത്ത് അധികൃതരായിട്ടും മറ്റുള്ള പോലീസ് അന്വേഷണമായിട്ടും നമുക്ക് അതിനെ തിരുത്തിത്തരണം. ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ വന്ന് നമ്മളെ വാതിലെല്ലാം അടച്ച് ജനലും വാതിലും അടച്ച് നമ്മൾ
എനിക്ക് വെളിയിലോട്ട് പോകാനുള്ള യാതൊരു സൗകര്യം ഇല്ലാതെയാണ് എന്ത് ചെയ്തിട്ടാണ് ആ മൃഗങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത്. തുമിനാട് മാത്രമല്ല മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്നുമാണ് ഇവരുടെ പക്ഷം. ജില്ലാ പഞ്ചായത്തിന്റെയും കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും സഹകരണത്തോടെ നീലേശ്വരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ സ്ത്രീരോഗനിർണയ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായായിരുന്നു സെമിനാറും തുടർന്ന് നടന്ന രോഗപരിശോധനയും. സ്ത്രീകളുടെയും കൗമാര പെൺകുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം വളരെ ഗൗരവമായി പരിഗണിക്കണമെന്ന ബോധ്യത്തിന്റെ പേരിലാണ് ജില്ലാ പഞ്ചായത്ത് സ്ത്രീരോഗം നിർണയിച്ച് അവർക്ക് സാന്ത്വനമേകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് നീലേശ്വരം ചിറപ്പുറത്തെ ജീവൻ വിദ്യാ സ്കൂളിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികൾ മുതൽ ഏറ്റവും പ്രായം ചെന്നവർ വരെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോ. ആ ഹോമിയോയിൽ പണ്ടത്തെ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കൊച്ചുകുട്ടികൾക്കുള്ള പനിക്കുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളിന്ന് ജില്ലാ ഹോമിയോ ആശുപത്രി വരുമ്പോൾ കാണാം അവിടെ വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയത്. വർദ്ധിത നിവാരണത്തിനുള്ള പദ്ധതി കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സുലേഖ അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം നഗരസഭാ കൗൺസിലർ കെ വി ശശികുമാർ, CM അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആമിന മുണ്ടോൾ അറിവിലൂടെ ആരോഗ്യമെന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. C സതീശൻ സ്വാഗതവും P സുലോചന നന്ദിയും പറഞ്ഞു. വൈദ്യപരിശോധനയും മരുന്ന് വിതരണവും തുറന്നു നടന്നു. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബുവിന്റെ ജനസമ്പർക്ക പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി. വെള്ളരിക്കുണ്ട് ഹോസ്ദുർഗ് താലൂക്കിലെ ജനസമ്പർക്ക പരിപാടി കാഞ്ഞങ്ങാട്ട് നടന്നു. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിൽ നടത്തിയ വെള്ളരിക്കുണ്ട് ഹോസ്ദുർഗ് താലൂക്കുകളുടെ ജനസമ്പർക്ക പരിപാടി സമക്ഷം 2017 പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാത്ത 100 കണക്കിന് പരാതികൾക്ക് പരിഹാരമായി. ഒരു ദിവസം നീണ്ടുനിന്ന ജനസമ്പർക്ക പരിപാടിയിൽ 2971 പരാതികൾ തീർപ്പാക്കി. ഹോസ്ദുർഗ് താലൂക്കിൽ ഓൺലൈനായി ലഭിച്ച 1201 അപേക്ഷകളിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ ധനസഹായത്തിനുള്ള 271 എണ്ണത്തിനും വെള്ളരിക്കുണ്ടിൽ ഓൺലൈനായി ലഭിച്ച 493 അപേക്ഷകളിൽ 48 എണ്ണത്തിനും ജില്ലാ കളക്ടർ സഹായം അനുവദിച്ചു. ഇതിനു പുറമെ ഹോസ്ദുർഗ് താലൂക്കിൽ 11.97 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായവും ജനസമ്പർക്ക പരിപാടിയിൽ ജില്ലാ കളക്ടർ കൈമാറി. ഹോസ്ദുർഗ് താലൂക്കിൽ 3 പട്ടയവും വെള്ളരിക്കുണ്ട് താലൂക്കിൽ 8 പട്ടയവും ജനസമ്പർക്ക പരിപാടിയിൽ അർഹരായവർക്ക് നൽകി. പതിറ്റാണ്ടുകളായി പട്ടയത്തിനായി കാത്തുനിന്നവരുടെ പ്രശ്നങ്ങൾക്ക് കലക്ടർ പരിഹാരമേകി. ഹോസ്ദുർഗ് താലൂക്കിൽ 845, വെള്ളരിക്കുണ്ട് താലൂക്കിൽ 241 അപേക്ഷകളുമാണ് പുതുതായി ലഭിച്ചത്. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബുവിനോടൊപ്പം ADM കെ അംബുജാക്ഷൻ, RDO ഡോക്ടർ PK ജയശ്രീ, ജനസമ്പർക്ക പരിപാടി ഡെപ്യൂട്ടി കളക്ടർമാരായ N ദേവിദാസ്, H ദിനേശൻ, ഹോസ്ദുർഗ് തഹസിൽദാർ രാമചന്ദ്രൻ, വെള്ളരിക്കുണ്ട് തഹസിൽദാർ K രവികുമാർ, DYSP കെ ദാമോദരൻ, ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ EV സുഗതൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ആരോഗ്യമേഖലയെ സംരക്ഷിക്കാനും സർക്കാരിന്റെ കർമ്മ പരിപാടികൾ വിജയിപ്പിക്കുവാനും മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും രംഗത്തിറങ്ങണം. കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ 37ാം സംസ്ഥാന സമ്മേളനം നടന്നു. സമ്മേളനത്തിൽ സംസ്ഥാനത്തെ 17 സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നായി 1200ഓളം പ്രതിനിധികളാണ് പങ്കെടുത്തത്. സമ്മേളനം P കരുണാകരൻ MB ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സാർവദേശീയർക്ക് ബഹുരാഷ്ട്ര കമ്പനികൾ അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എടുത്തിട്ടുള്ള ധിക്കാരപരമായ സമീപനം സമാധാനത്തിൻ്റെതല്ല സംഘർഷത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിലേക്കാണ് സാർവദേശീയം പോകുന്നതിൽ സൂചിപ്പിക്കുന്നതാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. പ്രസിഡന്റിനെ തന്നെ അംഗീകരിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവീതിയിൽ സമരം ചെയ്യുന്ന അനുഭവം നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്ന അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെതിരെ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് A നന്ദ അധ്യക്ഷയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിശാന്ത് ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി CK ശരത് തുടങ്ങിയവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു.
സ്റ്റൈപ്പൻഡ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് DHS പോസ്റ്റിംഗ് ലഭ്യമാക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കുക തുടങ്ങിയ പ്രമേയങ്ങളാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. CI2 സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രാഘവൻ, PHM ഇസ്മായിൽ, PV രാജേന്ദ്രൻ, DYFI ജില്ലാ സെക്രട്ടറി K. മണികണ്ഠൻ, SFI ജില്ലാ സെക്രട്ടറി B. വൈശാഖ്, VV രമേശൻ, K. ജിതിൻ, KGNA സംസ്ഥാന പ്രസിഡന്റ് P. ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗം PK തമ്പി ഉദ്ഘാടനം ചെയ്തു. ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നലിന്റെ മോചനത്തിനു വേണ്ടി ഭീമനടിയിൽ പ്രാർത്ഥനാ റാലി നടത്തി. ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്ന് സെന്റ് മേരീസ് കുരിശുപള്ളിയിലേക്കായിരുന്നു പ്രാർത്ഥനാ റാലി. ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി വിശ്വാസികൾ കഴിഞ്ഞ ഒരു വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഭീമനടിയിൽ വിശ്വാസികൾ നടത്തിയ പ്രാർത്ഥനാ റാലിയും. ഭീമനടി ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും ഭീമനടി സെന്റ് മേരീസ് കുരിശുപള്ളിയിലേക്ക് ഫാദർ ടോമിന്റെ മോചനത്തിനു വേണ്ടി നടന്ന പ്രാർത്ഥനാ റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. കഴിഞ്ഞ മാർച്ചിലാണ് സലേഷ്യൻ സഭാംഗവും രാമപുരം ഇടവകാംഗവുമായ ഫാദർ ടോം ഉഴുന്നാലിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. യമനിലെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിൽ ഫാദർ ടോമിനോടൊപ്പം സേവനം ചെയ്തിരുന്ന 12 കന്യാസ്ത്രീകളെ ഭീകരർ കൂട്ടക്കൊല ചെയ്തിരുന്നു. ഫാദർ ടോമിന്റെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സഭയും ശ്രമങ്ങൾ നടത്തിവരുന്നുണ്ടെങ്കിലും നാളിതുവരെ ഒന്നും വിജയം കണ്ടില്ല. ഫാദർ ടോമിൻ്റെതായി വന്ന വീഡിയോകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കകൾ സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് വിശ്വാസി സമൂഹം വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുന്നത്. ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ ചെറുവത്തൂർ കുളങ്ങാട്ട് മലയിലെ സമൃദ്ധി വനം പദ്ധതി നാമാവശേഷമാകുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകളെല്ലാം പരിചരണമില്ലാതെ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. മണ്ണെടുപ്പും മരം മുറിച്ചു കടത്തലും കാരണം നിരന്തരം ചൂഷണത്തിന് വിധേയമാകുന്ന ചെറുവത്തൂർ കുളങ്ങാട്ടുമലയുടെ പാരിസ്ഥിതിക പുനഃസൃഷ്ടി ലക്ഷ്യമിട്ടാണ് 2012 സ്മൃതിവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി പ്രകാരം വനം വകുപ്പിന്റെ കൈവശമുള്ള 58 ഏക്കർ സ്ഥലത്ത് വിവിധ ഫലവൃക്ഷ തൈകളടക്കം നട്ടുപിടിപ്പിച്ചിരുന്നു. എന്നാൽ കാട് കയറി കിടക്കുന്ന മലയിൽ വൃക്ഷങ്ങളുടെ ഹരിതശോഭയില്ല. പകരം ഉണങ്ങിയ മരച്ചില്ലകൾ മാത്രം. മദ്യപന്മാരുടെ താവളം കൂടിയാണ് കുളങ്ങാട്ടുമല. ജില്ലാ ഭരണകൂടം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുളങ്ങാട്ടുമലയിൽ ഏറ്റവും നല്ല സർഗാത്മകമായിട്ടുള്ള ഒരു വികസന പദ്ധതിയാണ് സ്മൃതിവനം പദ്ധതി. അപ്പോൾ ആ പദ്ധതി ഇപ്പോൾ ആകെ നാമാവശേഷമായി കിടക്കുകയാണ്. വനം വകുപ്പ് ഇത് നട്ടുപിടിപ്പിച്ചല്ലാതെ കൃത്യമായ പരിചരണം കൊടുക്കുന്നില്ല. സാമൂഹ്യ ദ്രോഹികളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇത് തീവച്ച് നശിപ്പിക്കപ്പെടുന്നു. അതൊക്കെ കൊണ്ട് ഈ സ്മൃതിവനം പദ്ധതി ഇപ്പോൾ പാടെ ഉപേക്ഷിച്ച രീതിയാണുള്ളത്. കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് സ്മൃതിവനം പദ്ധതി തയ്യാറാക്കിയിരുന്നത്. പദ്ധതി പൂർത്തീകരണം ലക്ഷ്യമിട്ട 5 വർഷം തികയാൻ മാസങ്ങൾ അവശേഷിക്കവേ കുളങ്ങാട്ടുമലയുടെ ദയനീയാവസ്ഥ അധികൃതർ കൺതുറന്ന് കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് വിദ്യാർത്ഥികൾ. ജില്ലയിൽ ഇത്തവണ 10,748 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ജില്ലയിൽ പരീക്ഷാ സംബന്ധമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. പൊതുപരീക്ഷകൾ ആരംഭിക്കവേ DEO ഇല്ലാതെ കാസർഗോഡ്. ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയെയും അവഗണിക്കുന്നുവെന്നത് വ്യക്തമാകുന്നു. സ്ത്രീകൾക്ക് നേരെ പീഡനങ്ങളും ആക്രമണങ്ങളും രൂക്ഷമാകുന്ന വർത്തമാനകാലത്ത് മറ്റൊരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നുപോകുന്നു. ബാക്കിയാകുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായി എന്തു ചെയ്തു എന്ന ചോദ്യങ്ങൾ മാത്രം. വ്യത്യസ്തമാർന്ന സമരമുറയുമായി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി. അവശ്യ സാധനങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധിച്ചാണ് കലമുടയ്ക്കൽ സമരവുമായി പ്രവർത്തകർ രംഗത്തെത്തിയത്. വിവിധ ആവശ്യങ്ങളുമായി KSTA ജില്ലാ കമ്മിറ്റിയുടെ ധർണ. BC റോഡിൽ നടന്ന ധർണ KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.